ഞാൻ ഉദ്ദേശിച്ച വേറെ ഒന്നുമല്ല, എൻ്റെ ഈ ചെയിൻ ലൈഫ് ഏകദേശം 20,000 കിലോമീറ്റർ മേളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും അത്ര കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും എനിക്ക് 20,000 കിലോമീറ്റർ മേളിൽ കിട്ടിയിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു വിജനമായ റൂട്ടിൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാവാതിരിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാനൊരു ടെക്നിക്ക് ഉണ്ട്. ചെയിൻ ലോക്കാണ് പൊതുവെ പൊട്ടി പോകാറുള്ളത്. അതായത് ആ ഒരു ചെയിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊന്നും ആ ചെയിൻ ലോക്കിനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ത്രോട്ടിലൊക്കെ കൊടുത്ത് ആ ചെയിനിലോട്ട് ഒരുപാട് ലോഡൊക്കെ കൊടുത്ത് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഹേയ് മച്ചമ്പീസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. നമ്മൾ ഏകദേശം ഒരു മാസത്തോളമായി വീഡിയോസും കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്തിട്ട് വേറെ ഒന്നുമല്ല, നമ്മുടെ മൈക്കിന് ചെറിയ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോസിനൊന്നും സൗണ്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് പോസ്റ്റ് ചെയ്യാനും പറ്റില്ല. സോ ഗൈസ്, നമ്മൾ മൈക്ക് അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നേക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കുറേ ഡിലേ ആണ്. ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ ലെങ്തി വീഡിയോ ആണ്. അങ്ങനെ കുറേ പരാതികളും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ ക്ഷമിക്കുക. ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ മാക്സിമം ചുരുക്കി ചെറിയ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ MT അല്ലെങ്കിൽ R15 ഒക്കെ യൂസ് ചെയ്യുന്നവരുടെ മെയിൻ ഇഷ്യൂ ആണ് ബാറ്ററി ഡൗൺ ആവുക എന്നുള്ളത്. പുതിയതായിട്ട് നമ്മൾ വണ്ടി എടുത്ത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമ്മുടെ ബാറ്ററി അടിച്ച് പോകാറുണ്ട്. ഒട്ടുമിക്ക ആളുകൾക്ക് അടിച്ച് പോകാറുണ്ട്. എനിക്കും അങ്ങനെ അടിച്ച് പോയിട്ടുണ്ടായിരുന്നു. വാറണ്ടി പീരീഡിലായതുകൊണ്ട് മാത്രം എനിക്ക് ഫ്രീ ആയിട്ട് ആ ബാറ്ററി കാര്യങ്ങളെല്ലാം മാറി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാറി വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 3 വർഷത്തോളമായി. ഇപ്പോഴാണ് ഈ ഒരു ബാറ്ററിക്ക് ചെറിയ രീതിയിൽ കംപ്ലയിൻസും കാര്യങ്ങളെല്ലാം കാണിച്ചു തുടങ്ങിയത്. പക്ഷേ 10 പൈസ കയ്യിൽ എടുക്കാനില്ലാത്തതുകൊണ്ടും ഒരു പുതിയ ബാറ്ററി മേടിച്ച് വെക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടും ഞാൻ ശരിക്കും പെട്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് എനിക്ക് ചെറിയൊരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല സിറ്റുവേഷനിലും എൻ്റെ വണ്ടിയിൽ ബാറ്ററി ഡൗൺ ആയിട്ട് വണ്ടി സ്റ്റാർട്ട് ആവാത്ത സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ പൊതുവെ ആരെ കൊണ്ടെങ്കിലും ഒന്നെങ്കിൽ തള്ളിത്തരാനൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അറക്കത്തിലൊക്കെ കൊണ്ടു നിർത്തിയിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാറ്. അല്ലാതെ അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. വണ്ടിക്ക് കിക്കറും കാര്യങ്ങളൊന്നുമില്ല, തള്ളി തന്നെ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ ആരും ഇല്ലാത്ത സിറ്റുവേഷനിൽ, അത് ഇതുപോലെ ഒരു വിജനമായ റൂട്ടിൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാവാതിരിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാനൊരു ടെക്നിക്ക് ഉണ്ട്. സെൻട്രൽ സ്റ്റാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരു തേർഡ് ഗിയറിലൊക്കെ ഇട്ടിട്ട് ടയർ കറക്കിയെടുത്ത് വണ്ടി സ്റ്റാർട്ടാവും. നമ്മളങ്ങനെ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് സെൻട്രൽ സ്റ്റാൻഡും ഇല്ല, കിക്കറും ഇല്ല, ഒന്നുമില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ മാൻ പവർ തന്നെ ഉപയോഗിക്കേണ്ടി വരും. സിമ്പിളായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ കീ ഓണാക്കി വണ്ടി ന്യൂട്രലാണ്. ഇപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ സ്റ്റാർട്ടാവും. പക്ഷേ ഫസ്റ്റ് സെൽഫിലൊക്കെയാണ് സ്റ്റാർട്ട് ആവത്തുള്ളൂ. ബാറ്ററിക്ക് ഇപ്പോഴും ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. ഞാനങ്ങനെ അടുപ്പിച്ച് ബാറ്ററി കംപ്ലയിൻ്റ് ആക്കി കളയണില്ല. നിങ്ങൾ ജസ്റ്റ് അത് എങ്ങനെയാണ് സ്റ്റാർട്ട് ആക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റായിട്ട് തന്നെ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടീനെ ഒരു തേർഡ് ഗിയറിലോട്ട് ആക്കുക. ഓക്കെ, ഇപ്പോൾ വണ്ടി തേർഡ് ഗിയറിലാണ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ തേർഡ് ഗിയറിന് കാണാൻ പറ്റില്ല. അതിപ്പോൾ MT അല്ലെങ്കിൽ R15 ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും. ചില സമയങ്ങളിൽ നമ്മുടെ ഗിയർ ഷിഫ്റ്റ് അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും മീറ്റർ കാണിക്കത്തില്ല. അതെന്താണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. അതെന്തോ ബഗ്ഗാണ്. അത് ചില സമയങ്ങളിൽ കാണിക്കും, ചില സമയങ്ങളിൽ കാണിക്കില്ല. ചിലപ്പോൾ ഫസ്റ്റ് ഗിയർ ആയിരിക്കും കാണിക്കില്ലാത്ത, ചിലപ്പോൾ തേർഡ് ഗിയർ ആയിരിക്കും കാണിക്കില്ലാത്ത. എന്താണെന്ന് അറിയില്ല. അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ തേർഡ് ഗിയറിലാണ് ഇട്ടേക്കുന്നത്. ഇങ്ങനെ സിറ്റുവേഷനിൽ നമ്മൾ സെൽഫ് അടിച്ചാൽ സ്റ്റാർട്ട് ആവത്തില്ല, നമുക്ക് തള്ളിത്തരാൻ ആരുമില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാവുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ക്ലച്ച് പിടിക്കുക. ഇതിപ്പോൾ ചെറിയ കയറ്റത്തിലാണ്, ഞാൻ അങ്ങോട്ട് തള്ളിക്കയറ്റേണ്ട ഒരു അവസ്ഥയാണ്. എങ്കിലും കുഴപ്പമില്ല, നമ്മളിത് ജസ്റ്റ് നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് ഈ തുളയിൽ കൂടി കാലിട്ട് എണീറ്റ് നിന്ന് വണ്ടി തള്ളണം. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട. സ്റ്റാർട്ടായില്ല. ഓക്കെ, ഒന്നുകൂടി ഒന്ന് ഫോഴ്സ് തള്ളുക. ജസ്റ്റ് ഇങ്ങനെ തള്ളി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, അതായത് ഒരുപാട് ഫോഴ്സ് ഒന്നും കൊടുക്കണ്ട, നമുക്ക് സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നുള്ളൂ. ഞാനിപ്പോൾ ഒരു ചെറിയ കയറ്റത്തിലായി പോയി, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പണി കിട്ടിയത്. കയറ്റത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ പുറകോട്ട് തിരിച്ചാൽ മതി. എന്നിട്ട് ആ ഒരു അറക്കം ഉണ്ടല്ലോ, അറക്കത്തിൽ ജസ്റ്റ് ഒന്ന് തള്ളി കൊടുത്താൽ മതി. എങ്കിലും ഞാൻ നിങ്ങൾക്ക് സംഭവം കാണിച്ചു തന്നുള്ളൂ. എന്തായാലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇത് മാത്രമല്ല കേട്ടോ, എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ആ ഒരു കാര്യം കൂടി പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ഒതുക്കിയതിന് ശേഷം പറയാം. വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആനക്കാടാണിത്. ആനയൊക്കെ കുറേ വന്നിട്ടുള്ളൊരു കാടാണ്. സോ ഞാൻ എൻ്റെ റിസ്കിലാണ് നിൽക്കുന്ന, ഒരു മനുഷ്യൻ പോലും ഇല്ല. പെട്ടെന്നൊരു ആനയൊക്കെ ഓടി വന്നു കഴിഞ്ഞാൽ വണ്ടി ഇതുപോലെ സ്റ്റാർട്ടായില്ലെങ്കിൽ പണി പാടും. ഓക്കെ, ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിയുടെ ചെയിൻ്റെ അവസ്ഥ മാക്സിമം തീർന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാൻ ഉദ്ദേശിച്ച വേറെ ഒന്നുമല്ല, എൻ്റെ ഈ ചെയിൻ ലൈഫ് ഏകദേശം 20,000 കിലോമീറ്റർ മേളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും അത്ര കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും എനിക്ക് 20,000 കിലോമീറ്റർ മേളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 20,000 കിലോമീറ്റർ ആയതിന് ശേഷമാണ് എൻ്റെ ഈ ഒരു ചെയിൻ മാക്സിമം ടൈറ്റ് ചെയ്തതിന് ശേഷവും ലൂസായി. അതായത് നമുക്ക് ചെയിൻ കട്ട് ചെയ്തിടുക, അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷേ നമ്മുടെ MTയിൽ അല്ലെങ്കിൽ R15 ചെയിൻ കട്ട് ചെയ്ത് തരാൻ പറ്റത്തില്ല. ഒരു 150cc മേളിലോട്ടുള്ള ബൈക്കുകൾ, ഒട്ടുമിക്ക ബൈക്കുകളിലും നമുക്ക് ചെയിൻ കട്ട് ചെയ്ത് തരാൻ പറ്റത്തില്ല. ചെയിൻ ലോക്കും കാര്യങ്ങളൊന്നുമില്ല, സിംഗിൾ പീസായിട്ടാണ് വരുന്നത്.
അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പല വർക്ക്ഷോപ്പുകളിലും നമുക്ക് കട്ട് ചെയ്തിട്ട് തരത്തില്ല. കട്ട് ചെയ്തിടുന്ന അത്ര സേഫുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ നമുക്കൊരു പുതിയ ചെയിനൊന്നും മേടിച്ചിടാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിടാല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഉപകാരപ്പെട്ടു, ഞാനിങ്ങനെ ചെയ്യാനായിട്ട് കുറേ നടന്നതാണ്, അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തതുകൊണ്ട് ആ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷേ അതിനകത്തൊരു 60% ആളുകളും ഭയങ്കര നെഗറ്റീവായിട്ട് കമൻറ്റ് ഇട്ടു. നെഗറ്റീവ് കമൻറ്റ് വേറെ ഒന്നും ആയിരുന്നില്ല, സേഫ് അല്ല, അത് നശിക്കും, എൻജിൻ നശിക്കും, എല്ലാം പോവും, അങ്ങനെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കമൻറ്റ് കിട്ടുന്നവരുടെ അടുത്താണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഇതും കൊണ്ട് റൈസ് ചെയ്യാനൊന്നല്ല പോകുന്നത്. അതായത് ഇങ്ങനൊരു സിറ്റുവേഷനാണ്, നമുക്കൊരു പുതിയ ചെയിനൊന്നും മേടിച്ചിടാൻ പറ്റത്തില്ല, ഇതല്ലാണ്ട് നമുക്ക് വേറെ ഓപ്ഷനും ഇല്ല. സോ ആ ഒരു സമയത്ത് കുറച്ച് ദൂരം നമുക്ക് ആ ഒരു ചെയിനൊക്കെ മേടിക്കാനുള്ള ഫണ്ടൊക്കെ റെഡി ആവണം വരുത്തേക്കും ഒരു എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകാനായിട്ട് ചെയിൻ ലൂസായി കിടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ ചെയിൻ ചാടും. ആ ചെയിൻ ചാടുന്നതിനേക്കാൾ നല്ലത് ഞാൻ നോക്കിയിട്ട് ആ ചെയിൻ ലോക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്തിടുന്നതാണ്. ചെയിൻ ലോക്കാണ് പൊതുവെ പൊട്ടി പോകാറുള്ളത്. അതായത് ആ ഒരു ചെയിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ആ ചെയിൻ ലോക്കിനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ത്രോട്ടിലൊക്കെ കൊടുത്ത് ആ ചെയിനിലോട്ട് ഒരുപാട് ലോഡൊക്കെ കൊടുത്ത് വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ ആ ചെയിനിലൊക്കെ പൊട്ടിപ്പോവും. സ്വാഭാവികമായിട്ടും അത് മനസ്സിലാവുന്ന കാര്യമാണ്. 150 cc മേളിലോട്ടുള്ള ഒരു വണ്ടിയിലും ചെയിൻ ലോക്ക് ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. ഓൺ റിസ്കിൽ മാത്രം ചെയ്യുക. എന്നെപ്പോലെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത ഒരാളാണെങ്കിൽ മാത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു ചെയിൻ മേടിച്ചിടാനുള്ളൊരു സിറ്റുവേഷൻ അല്ല. സോ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ ഒരു വണ്ടി വെച്ചിട്ട് ലോക്കലൊക്കെ ജസ്റ്റ് ഒന്ന് ഓടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇത് വെച്ചിട്ട് ഒരുപാട് ലോങ് റൈഡൊന്നും ഞാൻ ആർക്കും പ്രിഫർ ചെയ്യത്തില്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ ഇന്നലെ 120 കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ച് തിരിച്ചു വന്നതാണ്. എനിക്കങ്ങനെ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും തോന്നിയില്ല. ഇനിയിപ്പോൾ ഹെൽമെറ്റൊക്കെ വെച്ച് അടച്ചു പൂട്ടി ഓടിക്കണോണ്ടാണോ ഇതിൻ്റെ സൗണ്ട് കേൾക്കാത്തതെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ സൗണ്ടൊക്കെ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും കാണുമായിരിക്കും, പക്ഷേ അറിയത്തില്ല. എങ്കിലും ഞാനിത് ഓടിച്ചിട്ട് ഇതുവരെ എനിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ചെയിൻ കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു 400 കിലോമീറ്റർ അടുത്ത് ഓടിച്ചിട്ടുണ്ട് എൻ്റെ വണ്ടി. എന്നിട്ടും എനിക്കങ്ങനെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഓൺ റിസ്കിൽ മര്യാദയ്ക്ക് സ്പീഡ് കുറച്ച് ഒരുപാട് ലോഡൊന്നും വെക്കാതെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല. ഇങ്ങനെയൊക്കെ എൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം ചെറിയ രീതിയിലല്ല നല്ല രീതിയിൽ പണി കിട്ടാനുള്ളൊരു കാര്യം കൂടിയാണിത്. നിങ്ങൾ അതും കൂടി അറിഞ്ഞിട്ട് വേണം ഈ ഒരു പരിപാടിക്ക് ഇറങ്ങാനായിട്ട്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ വണ്ടിയുടെ വീൽ ബെയറിങ്ങിനും അതുപോലെ തന്നെ സ്പോക്കറ്റ് ബെയറിങ്ങിനൊക്കെ നല്ല രീതിയിൽ ഡാമേജും കാര്യങ്ങളെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ മേലേക്ക് പൊങ്കാലിടാനൊന്നും ആരും വരണ്ട. ഞാൻ എൻ്റെ വണ്ടിയാണ്, ഞാൻ എൻ്റെ പൈസ കൊടുത്ത് എൻ്റെ റിസ്കിൽ ചെയ്യുന്നൊരു കാര്യമാണ്. സോ ഞാൻ ആർക്കും ഇത് സജസ്റ്റ് ചെയ്യുന്നതല്ല. പക്ഷേ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ചെയിൻ കട്ട് ചെയ്തിട്ട് സ്റ്റാർട്ടായില്ല, ഞാൻ പറഞ്ഞില്ലേ, അടിക്ക് പോയി. അപ്പോൾ കുറച്ച് മുമ്പേ ഞാൻ കാണിച്ച പോലെ തന്നെ ഓക്കെ അതുകൂടെ നമുക്ക് സ്റ്റാർട്ടാക്കാം. അപ്പോൾ ഇത് വേറെ ആർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നതല്ല. എന്നെപ്പോലെ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ഒരാൾക്ക് പലർക്കും വർക്ക്ഷോപ്പിൽ ചെന്നപ്പോൾ കട്ട് ചെയ്തിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇങ്ങനൊരു ഓപ്ഷനുണ്ട്. ഈ ഒരു ചെയിൻ ലോക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നതാണ്. അതിൽ വേറൊരു രീതിയിലും നെഗറ്റീവായിട്ട് ആരും എടുക്കണ്ട. ഓക്കെ, ഇനി നമുക്ക് വള്ളി ഞാൻ ടെസ്റ്റ് കാണിക്കാൻ വന്ന കാര്യം ഇനി ഒന്നുകൂടി തള്ളി സ്റ്റാർട്ട് ചെയ്ത് എടുത്തിട്ട് വേണം എനിക്ക് പോകാൻ. അയ്യോ, വണ്ടി ഓണാക്കി തേർഡ് ഗിയറിലാക്കി, തേർഡ് ഫോർത്ത് വിടാം കേട്ടോ, ജസ്റ്റ് ഒന്ന് തള്ളുക, സ്റ്റാർട്ടായി. ഇനി വീണ്ടും ഫസ്റ്റിലിടുക, തിരിച്ചു പോവുക. ഇവിടെ നിൽക്കുന്ന അത്ര സേഫ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റിൽ 2-3 ആന കിടന്ന് കറങ്ങുന്നുണ്ടെന്ന് അടുത്ത ഇടയായിട്ടാണ് ഞാൻ കേട്ടെ. സോ നമുക്ക് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാം. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമ്മുടെ ചാനലിലെ വീഡിയോസും കാര്യങ്ങളെല്ലാം റെഗുലറായിട്ട് ഇടാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഞാൻ കുറച്ച് തിരക്കും ബിസി കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി നമ്മുടെ ചാനലിൽ അങ്ങോട്ടും ഉടനെ പുതിയ വീഡിയോസും കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും. സാമ്പത്തികമായി കുറച്ച് സീനിൽ നിൽക്കുന്നതുകൊണ്ടാണ് വലിയ ട്രാവൽ വീഡിയോസോ അല്ലെങ്കിൽ ഒരുപാട് വലിയ ബഡ്ജറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ. എങ്കിലും നമ്മുടെ കൈക്ക് ഒതുക്കുന്ന രീതിയിൽ അടിപൊളിയായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ ഉടനെ ചെയ്തിടുന്നതായിരിക്കും. സോ നിങ്ങൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഒരാവേശം മൂത്തങ്ങ് കൈ കൊടുത്തതാ. ഇനി അങ്ങോട്ടുള്ള റോഡുകളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എൻ്റെ മോനെ, ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാട്ടോ നല്ലൊരു റോഡിലെത്തിയത്.
അപ്പോൾ ഇത് എറണാകുളം ജില്ലയാണ്. ഞാനിപ്പോൾ വീഡിയോ എടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയാണ്. എറണാകുളം ജില്ലയിലെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഓഫ് റോഡുള്ള റോഡുകളിൽ ആ ചെയിൻ കട്ട് ചെയ്ത് ഓടിക്കുന്നത് അത്ര നല്ല സുഖകരമായ പരിപാടിയല്ല കേട്ടോ. ചെയിനിലേക്ക് അത്യാവശ്യം നന്നായിട്ട് ലോഡ് വരുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഈ ലോക്ക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനാവുമല്ലോ. എൻ്റെ മോനെ, നമ്മുടെ നാട്ടിലെ റോഡിൻ്റെ അവസ്ഥ. പണിയെല്ലാം പെട്ടെന്ന് തീരുമെന്ന് വിചാരിക്കാം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ ബാറ്ററിക്കൊക്കെ കംപ്ലൈൻ്റ് ആയി. ബാറ്ററി മാക്സിമം ആയിട്ട് വലിപ്പിച്ചാരും ഓടിക്കാൻ നോക്കണ്ട. നമ്മുടെ ബാരിങ് കിറ്റുകൾക്കും കാര്യങ്ങൾക്കൊക്കെ എല്ലാം കംപ്ലൈൻറ്റ് വരാനും സാധ്യതയുണ്ട്. വോൾട്ടേജ് വേരിയേഷനൊക്കെ ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കംപ്ലൈൻറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ റിസ്ക് എടുത്ത് ബാറ്ററി ഇങ്ങനെ ഡൗൺ ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തള്ളിയെടുക്കാലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ബാറ്ററി അങ്ങനെ ഡൗൺ ആക്കി ഇടരുത്. ഫണ്ട് റെഡി ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ പുതിയ ബാറ്ററീസും കാര്യങ്ങളെല്ലാം മേടിച്ച് വയ്ക്കുക. അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്ക് ഓരോരോ പണികളായിട്ട് വരും. സോ നിങ്ങൾ അതും കൂടി ഒന്ന് കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ പെട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ, വണ്ടി സ്റ്റാർട്ടാക്കാൻ വേറെ വഴിയൊന്നും ഇല്ല എന്നുള്ള സിറ്റുവേഷനിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ.